അപ്പോൾ ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഫുളൈൽ ഇബ്നു ഇയാദിനെ? ഫുളൈൽ ഇബ്നു ഇയാദ് അറിയപ്പെട്ട താബിഇയാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ മരുഭൂമിയിലെ ചെന്നായ എന്നാണ് ജാഹിലിയത്തിൽ. കാരണം അദ്ദേഹം വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹം ഖുർആനിലെ ഒരായത്ത് കേട്ട്, സൂറത്ത് ഹദീദിലെ ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരെന്തായി മാറി? മരുഭൂമിയിലെ ചെന്നായ എന്ന് നാട്ടുകാർ വിളിച്ച മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്തായി മാറി? ആബിദുൽ ഹറമൈൻ. മക്ക മദീന ഹറമിലെ സജീവനായ ആരാധന നിമഗ്നനായ വ്യക്തി എന്നറിയപ്പെട്ടു. ആ ഫുളൈൽ ഇബ്നു ഇയാദ് തൻ്റെ മകനെ അച്ചടക്കം പഠിപ്പിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തില്ല എന്നല്ല, നല്ല രൂപത്തിൽ ചെയ്തു, പക്ഷെ മകൻ കേൾക്കുന്നില്ല. ഇങ്ങനെ സങ്കടം പറയുന്ന കുറേ രക്ഷിതാക്കളില്ല, ഉസ്താദ് നിങ്ങൾ ഈ പറയണൊക്കെ പറയണതാ, പലരെ കൊണ്ട് സംസാരിപ്പിക്കണതാ, പക്ഷെ ഒന്നും നന്നാകണില്ല. ആ ഒരു പ്രയാസം ഏറ്റുവാങ്ങിയ ആളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ആ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം റബ്ബിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ പ്രാർത്ഥിച്ചത്? ഏ അല്ലാഹുവേ, ഞാൻ എൻ്റെ മകൻ അലിയെ, മകൻ്റെ പേര് അലീന, എൻ്റെ മകൻ അലിയെ അച്ചടക്കം പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല, ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദൊക്കെ മകൻ്റെ വിഷയത്തിൽ പരാജയപ്പെടണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും? ഞാൻ പരാജയപ്പെട്ടു പോവാണ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ എനിക്ക് വേണ്ടി നീ അവനെ അച്ചടക്കം പഠിപ്പിക്കണമേ റബ്ബേ. ഇതൊക്കെ മേലക്കാണ് ഉയർന്നാൽ പിന്നെ മക്കളെ വിഷയത്തിൽ ടെൻഷനില്ല, അമിതമായ ഭയമാണ് ചില ആളുകൾക്ക്. അതൊന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി റബ്ബിൽ ഏൽപ്പിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി റബ്ബേ നീ അവനെ അച്ചടക്കം പഠിപ്പിക്കണമേ. എത്രത്തോളം എന്നറിയോ? ചരിത്രത്തിൻ്റെ ബാക്കി കാണാം, അള്ളാഹു അലിയെ നല്ല മകനാക്കി എന്നാണ്. അള്ളാഹു അലിയെ നല്ല മകനാക്കി മാറ്റി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അറിയപ്പെട്ട ഔലിയാക്കന്മാരിൽ ഒരാളായി അലി മാറി. ഏതലി? ഏതൊരലിയെക്കുറിച്ചാണ് ഫുളൈൽ ഇബ്നു ഇയാദ് കംപ്ലൈൻറ്റ് പറഞ്ഞത്? ആ അലി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് താബിഇയാൻ. ഇബ്നു മുബാറക് പറയുകയാണ്, ഫുളൈൽ ഇബ്നു ഇയാദ് ഉണ്ടല്ലോ, ഫുളൈൽ ജനങ്ങളിൽ ഏറ്റവും മികച്ചവനാണ്. എന്നിട്ട് ബാക്കി എന്താണെന്ന് അറിയുങ്ങൾ? അദ്ദേഹത്തെക്കാൾ മികച്ചവനാണ് അദ്ദേഹത്തിൻ്റെ മകൻ അലി. അദ്ദേഹത്തെക്കാൾ മികച്ചവനാണ് അദ്ദേഹത്തിൻ്റെ മകൻ അലി. എന്തായിരുന്നു അലിയെ മാറ്റിയെടുത്തത്? ശിക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥന ഉയർന്നു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ മക്കളെ വിഷയത്തിൽ നല്ല രൂപത്തിൽ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ പറ്റും. സക്കരിയ നബി പ്രാർത്ഥിച്ചെന്താ? കുട്ടിയെ തരണേന്ന അല്ല, ദുർരിയത്തൻ ത്വയ്യിബ. ഇബ്രാഹിം നബി കുട്ടിയെ തരണേന്നാ പ്രാർത്ഥിച്ചത്? അല്ല, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനം, ത്വയ്യിബായ സന്താനം. ആ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിനെ കിട്ടിയതും സക്കരിയ നബിക്ക് യഹ്യ എന്ന പേരുള്ള മകനെ കിട്ടിയതും. ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പോണ ദീനീ സദസ്സിൽ മറ്റെങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകണേക്കാളധികം വിരൽ പിടിച്ച് പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെ വണ്ടിയിൽ കയറ്റിയിരുത്തി ഇത്തരം സദസ്സിൽ കൊടുത്തിരുത്തണം. നമ്മൾ